നല്ല ആളാ. എന്തേ നെയ്ച്ചോറ് കഴിക്കാൻ വരാഞ്ഞത്? അത് കാരണം ഞാനും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. നെയ്ച്ചോറും കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അൻസാക്ക എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു പനി പോലെ. തീ പോലെ പൊള്ളുന്നുണ്ട്. എന്ത് വന്നാലും അംസാക്ക ആരെയും കാണിക്കില്ല. കണ്ടോ, നമ്മുടെ നിക്കാതെ കഴിയട്ടെ, ഞാൻ വരച്ച വരയിൽ നിർത്തും. അംസാക്ക നെയ്ച്ചോറ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട സിനിമ. അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് വേണ്ടി കുറച്ചെങ്കിലും കഴിക്കണം. വാ തുറക്കൂ. ഞാൻ കഴിച്ചോളാം, നീ പൊയ്ക്കോളൂ. പാപ്പ അന്വേഷിക്കില്ലേ? എന്നെ പറഞ്ഞുവിടാൻ ധൃതിയായോ? ഞാൻ പോയി ചുക്കും കുരുമുളകും ഇട്ട് ചായ തിളപ്പിച്ചുകൊണ്ടുവരാം. ഞാനൊരു കൊലയാളിയാണ്. കൊല ചെയ്യാതെ, ഒരു കുറ്റവും ചെയ്യാതെ ഞാൻ കൊലയാളിയായി. പണിക്കരുടെ അടുത്ത ഫോട്ടോ എടുത്തൊരു കാലം എന്റെ ജീവൻ അപകടത്തിലാണ്. അടുത്ത ആഴ്ച രവിയുടെ പിറന്നാളാണ്. പിറന്നാളിനെങ്കിലും അവനോടൊപ്പം ഇരുന്ന് നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? രവിയുടെ പിറന്നാളല്ലേ, അതെല്ലാ വർഷവും വരുന്നതല്ലേ? നിങ്ങൾ അവനെ ഒന്ന് ഓർമ്മിപ്പിക്കണം. എനിക്ക് അവനെയും കൂട്ടി അമ്പലത്തിൽ പോയെന്ന് തൊഴണം. ശരി, ഞാൻ അവനോട് പറയാം. പറഞ്ഞാൽ മാത്രം പോരാ, അവനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കും വേണം. രവി, നമ്മൾ തമ്മിലുള്ള ബന്ധം ഓഫീസിൽ അറിഞ്ഞാൽ, പ്രത്യേകിച്ചും പ്രഭു സാർ വലിയ ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. മണ്ടി പെണ്ണെ, നിന്നോട് ഞാൻ രഹസ്യം പറയട്ടെ. ബോധം കെട്ട് വീഴരുത്. കളിയാക്കാതെ പറയൂ രവി. അത്ര ധൈര്യമാണെങ്കിൽ കേട്ടോളൂ. നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്ന പ്രഭു സാർ എന്റെ ഡാഡിയാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തിനാണ് ഈ വേഷമെല്ലാം കിട്ടുന്നത്? എന്നായാലും നീ ഇതെല്ലാം അറിയാനുള്ളതല്ലേ, ധൃതി പിടിക്കാതെ. കമാൺ. വരൂ, ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട. എന്താ, സുഖമില്ലേ? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് സർ. Good morning. Good morning. Good morning. Good morning, sir. Good morning, sir. ചെയർമാൻ സാർ വിളിക്കുന്നു. Good morning, sir. Take this down. It is found that you are irregular in office work and indifferent towards your subordinates and superiors. So we hereby inform you that your services are terminated as from today. You may contact the accounts department and settle your accounts as per rule. Sir, ആർക്കാണ് അഡ്രസ് ചെയ്യേണ്ടത്? Miss P.R. Usha, Lakshmi Bhavan, Chittoor Road, Cochin 11. Sir. വേഗം ടൈപ്പ് ചെയ്ത് കൊണ്ടുവരൂ. സർ, ഞാൻ ചെയ്ത തെറ്റെന്താണ്? പറയൂ സർ. തെറ്റ് ചെയ്യുന്നവർക്കല്ല അത് മനസ്സിലാകുന്നത്, അത് കണ്ടു നിൽക്കുന്നവർക്കാണ്. യു ക്യാൻ ഗോ. സാർ, എന്താ പാപ്പ? സാർ അറിഞ്ഞില്ലേ, ഉഷയെ പ്രഭു സാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഉഷ എന്തിനാ കരയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു രവിട്ട?
തെറ്റ് ചെയ്തത് ഞാനാണ്. ഉഷയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ കാരണം എനിക്കറിയാം. ആരെതിർത്താലും അതിനെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഈ ജന്മം നീ എന്റെ ഭാര്യയായിരിക്കും, തീർച്ച. അച്ഛൻ വരുന്നു. ആരാ മോളെ? മനസ്സിലായില്ല. ഞാൻ ജോലി ചെയ്തിരുന്ന ഓഫീസിലെ മാനേജറാണ് അച്ഛാ. സാറേ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സമരം ചെയ്യുന്ന കാലമല്ലേ ഇത്? എന്നിട്ട് എന്റെ മോളെ തിരിച്ചെടുക്കണമെന്ന് പറയാൻ ഒരു യൂണിയനും ഇല്ല, നേതാവുമില്ല. അത് സാറെന്താ ഒന്നും മിണ്ടാത്തത്? ഉഷയെ എത്രയും വേഗം തിരിച്ചെടുക്കും. നേരാണോ സാറ് പറയുന്നത്? അതെ, എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. മറ്റേ ശരി, സാറ് വേണ്ടതുപോലെയൊക്കെ ചെയ്തോളണം. ഓഹോ, ഓഫീസിലെ പ്രേമം ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയോ? വിക്രമ, നീ എന്താടാ പറഞ്ഞത്? കണ്ടത് പറഞ്ഞു. അപ്പൊ അമ്മാവന് കാര്യമൊന്നും മനസ്സിലായില്ലേ? ഈ പോയവനും മോളും തമ്മിൽ പ്രേമത്തിലാണ്. അതറിഞ്ഞിട്ട് ആ പ്രൊഫസർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. നേരാണോ നീ പറയുന്നത്? അല്ല, കള്ളം. മോളോട് ചോദിച്ചു നോക്ക്. എടി ഉഷേ, നീ എന്റെ മാനം കെടുത്തില്ലോടി. അന്ധക്കരണമൊന്നും കാണിക്കില്ല, സാക്ഷി പറയാനൊന്നും എന്നെ കിട്ടൂല. ഡാഡി, ഉഷയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനാണ്. അത് ചോദിക്കാനാണോ എന്റെ മകൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത്? എനിക്കതറിയണം. ഒരു കാരണവുമില്ലാതെ ഒരു കമ്പനിയിൽ നിന്നും ആരെയും പിരിച്ചുവിടില്ല. അതെനിക്കറിയാം. എങ്കിൽ ഈ ചോദ്യത്തിന്റെ ആവശ്യമേ ഇല്ലല്ലോ. ഞങ്ങൾ സ്നേഹിച്ചത് ഉഷയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ മാത്രം വലിയൊരു കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നി. പക്ഷേ ആ പാവപ്പെട്ട പെണ്ണിന് പകരം നിന്നെയാണ് ഞാൻ പിരിച്ചുവിടേണ്ടിയിരുന്നത്. എങ്കിൽ അതിന് കുറെ കൂടെ ന്യായമുണ്ടായേനെ. നിന്റെ അച്ഛനെ കൊലയാളിയാക്കിയവനോട് പ്രതികാരം ചെയ്യാനാണ് നമ്മൾ ഈ വേഷമെല്ലാം കിട്ടിയത്. ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ എല്ലാം മറന്നു. നിന്റെ അച്ഛനോടും നിന്റെ അമ്മയോടുമുള്ള എല്ലാ കടപ്പാടുകളും നീ ഒരു നിമിഷം കൊണ്ട് മറന്നുപോയി. ഞാനൊന്നും മറന്നിട്ടില്ല. പക്ഷേ ഞാൻ അവളെ വിവാഹം കഴിക്കും. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതി. എന്റെ വിവാഹം തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. മോനെ, അച്ഛൻ പറയുന്ന കേക്ക് മോനെ. അമ്മ ഈ കാര്യത്തിൽ ഇടപെടരുത്. സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന പ്രായം. ഞാനും ഈ പ്രായം കിടന്നാണടാ വന്നത്. എങ്കിൽ ഡാഡി ബന്ധത്തെ എതിർക്കില്ലായിരുന്നു. ഞാൻ എതിർക്കും. ഈ വിവാഹം നടക്കില്ല. കാരണം എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് സ്വാർത്ഥതയാണ്. മകൻ അവന്റേതായ ആഗ്രഹങ്ങൾ പാടില്ലെന്ന് പറയുന്ന സ്വാർത്ഥനായ മനുഷ്യനാണ് ഡാഡി. യു റാസ്കൽ! മോനെ, മോനെ, രവി, എന്താ ഇത്? ചെന്ന് വിളിക്കുന്നേ. നമ്മൾ വിളിച്ചാൽ അവൻ വരില്ല. നമ്മളിൽ നിന്നും അവൻ വളരെ അകന്നു പോയി.